ശ്രീ മഹാദേവി നമഃ. ദേവീഭാഗവതം മായാബന്ധനത്തെക്കുറിച്ചാണ് ഇപ്പോൾ പ്രതിപാദിക്കുന്നത്. മായാധീനം ജഗൽ സർവം സദേവാസുരാമാനുഷം. ജനമേജയ മഹാരാജാവേ, മനുഷ്യരും ദേവന്മാരും മായാവിഭ്രാന്തിക്ക് വിധേയമായി പ്രവർത്തിക്കുന്നവരാണ്. വ്യാസഭഗവാൻ പറഞ്ഞു. ധ്യായേത്തദാരാധയേച്ച പ്രണമേച്ച ജവേദപി തേന സാ സതയം ഭൂത്വാ മോചയത്തേവ ദേഹിനം. ദേവിവാസനയാൽ മായാബന്ധനത്തിൽ നിന്നും അങ്ങയെ മഹാദേവി മോചിപ്പിക്കും. ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ പൂർവികൻ ഇക്ഷ്വാകു മഹാരാജാവിൻ്റെ മകനായിരുന്നു നിമി എന്ന മഹാരാജാവ്. കുലാചാര്യനായ വസിഷ്ഠ മഹാമുനിക്ക് പകരക്കാരനായി ഗൗതമുനിയെ പ്രധാന പുരോഹിതനായി യാഗം നിശ്ചയിച്ചത് വസിഷ്ഠന് സഹിക്കാനായില്ല. നിമി, നിന്റെ ദേഹവും ദേഹിയും വേർപിരിയട്ടെ. വസിഷ്ഠൻ നിമിയെ ശപിച്ചു. നിമി മഹാരാജാവും വസിഷ്ഠമുനിയെ തിരിച്ച് ശപിച്ചു. അങ്ങും സൂക്ഷ്മ ശരീരമുള്ളവനായി തീരട്ടെ. ദേവിവാസനയാൽ വസിഷ്ഠ മഹാമുനിക്ക് പുനർജന്മം സിദ്ധിച്ചു. മഹാമായേ, നശ്വരമായ ശരീരം എനിക്ക് വേണ്ട. ഞാൻ മനുഷ്യരുടെ മിഴികളിൽ വസിച്ചോളാം. നിമി മഹാരാജാവ് ജഗദംബിയോട് പറഞ്ഞു. ശ്രീഭഗവതി അങ്ങനെ വരം കൊടുത്ത് അവിടെ തന്നെ മറഞ്ഞു.